അടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് സ്റ്റൈൽസിന് ഒരു സ്പെഷ്യൽ മെസ്സേജ്. അതെ അതെ മൈക്കിടെ ഓരോ അടിച്ചിട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്. അവനായിട്ടുള്ള വണ്ടി കൊണ്ട് തൂറി കഴിഞ്ഞാൽ പിന്നെ പറയാം. പീഡിയിലാണോ പോണേ? സ്റ്റൈൽസി ആദ്യമേ വണ്ടി ഒന്ന് ഇടിക്കണം, എന്നിട്ട് പിന്നെ അടിച്ചു കൊടുക്കണം. ടെക്സാസ് ഗ്യാങ്ങോസിന്റെ അങ്ങോട്ട്, ടെക്സാസ് ഗ്യാങ്ങോസ്. ഇവന്റെ വണ്ടി പറഞ്ഞിടക്ക് ഈ കുണ്ണ വണ്ടി മറിഞ്ഞു കിടക്കുവാണെങ്കിൽ വേറെ വണ്ടി എടുക്ക. അപ്പുറത്തല്ലേ ഗ്യാരേജ് ഇരിക്കുന്നേ. പൊട്ടറാണോ? എടാ ഇന്നാളെ വണ്ണിയാൻ പോയിട്ട് നീ മെഴുകിയാലേ. നീ തിരിഞ്ഞു നോക്കണ്ട. ഇപ്പൊ ഇങ്ങോട്ട് വരും, മുതുകിലോട്ട് വരും. ഇവിടെ മൊത്തം നീയൊക്കെ മിണ്ടാണ്ടിരിക്കാവോ? ടെക്സസ് ഗാംഗോസിന്റെ ഉള്ളില് കേട്ടാ, ആ മറ്റേ ഗാംഗോസിന്റെ പുറകില് മറ്റേ ടെക്സസ് ഗാംഗോസിന്റെ ഉള്ളില്. നീ വില കൊടുത്ത് വാങ്ങിയതാണോ? ടെക്സസിന്റെ ഉള്ളിൽ മറ്റേ പുറകില് മറ്റേ കുളം കണക്കില്ലേ, പെട്ടെന്ന് നാളെ ഇവനെ ലെഫ്റ്റ് അകത്തോട്ട് കയറിയോ? ഇത് കറക്റ്റ് മെറ്റെന്ന് തന്നെ പറയും കേട്ടു. അവളെ അല്ലല്ല പുറകിൽ വേഞ്ചല് എടാ മെറ്റെന്ന് പറയണ കുണ്ണേ. ഇവിടെ അവൻ ഇറങ്ങട്ടെ, വെളി ഇറങ്ങട്ടെ. കുഴപ്പമില്ല, എന്തായാലും ബാങ്ക് കിട്ടും. എന്തായാലും അങ്ങനൊന്നും കിട്ടത്തില്ല. നീ അത് മാതിരി നിനക്ക് മറ്റേതാണെ പറഞ്ഞാലും പറയാം, നിനക്ക് നിന്നെ ആരും ഓർമ്മിപ്പിച്ചെന്നെങ്കിലും പറയാം. അവൻ ഇറങ്ങത്തില്ല, അവൻ മറ്റേ പുഷ്പിക്കാൻ നിൽക്കുക. നീ അങ്ങ് അടിച്ചേ എന്ത് ബാന്? നീ അവിടെ വണ്ടി വർക്ക് ചെയ്തിട്ട് ലൈവ് നോക്കിയേ. നീ വണ്ടി വർക്ക് ചെയ്തിട്ട് ലൈവ് നോക്കി. നമ്മളെ വിലയാണ് വലുത്. എന്റെ പടച്ചോൻ ഇവിടെന്നെല്ലാം അടിച്ച് പെരക്കി കൊടുക്കണം. ഓൻ വെള്ളത്തില് വീണോ, ഓൻ വെള്ളത്തില് വീണോ. നമുക്ക് നമ്മളെ വില പോരുത്. എടാ മുമ്പില് എടാ നീ നടന്നോ വണ്ടി കൊണ്ട് പോലെ ഇത് ചത്ത നീ കണ്ടോ തോന്നുന്നു. കണ്ടോ ഇല്ല കണ്ടില്ല. അടി മുതുക്കന്റെ തലയോട്ടി അടി. എടോ വണ്ടി എടുക്കുന്നു. ആ വണ്ടി അവൻ പോവാണ് ഇവിടുന്ന്. നീ വണ്ടി പോണില്ല. എടാ എന്റെ ലൈവ് കളി ഏതോ നിക്കണം അവൻ. മെല്ലെ പോട്ടെ. അവൻ കേറും. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മെറ്റേന്ന് 100% പറയും. അതാ പറഞ്ഞേ മെറ്റ് നാളെക്കണം. നീ എന്ത് കാണിക്കാം? അവൻ ഇറങ്ങട്ടെ വെളിയില്. ബാക്കപ്പ് അല്ല, അവൻ അവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി. ഇനി അവന്റെ പുറകെ പോയി. പോയിട്ട് ആ വണ്ടി എടുത്ത് ഒരു ഇടി കൊടുത്താൽ മതി. എന്നിട്ട് അവൻ കുണയ്ക്കും. നീ എന്തിനാ കുണക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു അടി അടിച്ചു മതി. അത് തന്നെ അത്രേ ഉള്ളൂ. എടാ നീ നൈസായിട്ട് മുതുക്കുവോ? എനിക്ക് വണ്ടി മാറ്റും. സ്റ്റൈൽസേ നൈസായിട്ട് മുതുക്കുപോയി വണ്ടി മാറ്റും. എന്തിന് വണ്ടി പറ്റുന്നത്? വണ്ടി മാറ്റി പറയുന്നത് അവൻ കണ്ടറാ. അവൻ കണ്ടില്ല വണ്ടി കണ്ടില്ല. അപ്പൊ ശരില്ല. അവൻ പെണ്ണിന്റെ കുണ്ണാൻ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടൊന്നുമില്ല. എങ്ങോട്ടോ അവൻ മറ്റേ ഇവിടെ തിരിച്ച് പീടിന് മുന്നേ കൂടെ പോകുന്നത്. പെട്രോൾ ഇല്ല. ദാരിദ്ര്യം. 3 കോടി ഉണ്ട് പോലെ. 3 കോടി ഇല്ല, 200 കോടി 300 കോടി. അതാ മറ്റേ ഇപ്പൊ ഇവിടെ കോസ്മിക്കൽ ടീമിന്റെ ഉള്ളില് മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു? സിനിമ ഷൂട്ടിംഗ് കേട്ടോ. ചാവണ പെട്രോൾ പമ്പിൽ കയറി സിനിമ ഷൂട്ടിംഗ്. സിനിമ അടിക്കാൻ പോണമായിരുന്നു. അത് ഇതിന്റെ ഉള്ളിൽ വന്ന സുഖമായിട്ട് അടിച്ചു പോലെ നിനക്ക്. പെട്ടെന്ന് കവറുണ്ട് കുറെ. ഹെൽമെറ്റും ഇല്ല. പെട്ടെന്ന് എടാ നീ ഇങ്ങനെ പറഞ്ഞാ മതി. നീ കൊറേ സമയത്ത് അവൻ കത്തി. നീ അവിടെ ചെല്ല്. ആ ബിൽഡിങ്ങിന്റെ വണ്ടക്ക് കയറി. അവിടെ ബിൽഡിങ്ങിന്റെ വണ്ടക്ക് കയറാൻ പറ്റും. ചെന്നൊളിച്ച് നിന്നാ മതി. അവൻ സ്പോൺ ആവുമ്പോ തന്നെ 3 ടാപ്പ് ഈസി. വേണേ മാക്കാച്ചി കുത്തടിച്ചു കൊന്നു. എന്ത് പറയുന്നു? വേണോ മാക്കാച്ചി ഉണ്ടോ? അത് സിനിമ ഷൂട്ടിംഗ് സ്ഥലം.
ആണെങ്കിൽ ഐശ്വര്യനെ പോലെ ബൗ ബൗ എന്ന് പറയുന്നതിന് പകരം SRR ഇല്ലേ SRR ഒന്നും ഞാൻ ഇല്ല. എന്നാ ഇങ്ങനെ പറഞ്ഞാ മതി, ലെഫ്റ്റ് പോ. ഇത് വന്ന് AKM സ്റ്റൈൽ ഷോപ്പ്. ഇവിടുന്ന് ലെഫ്റ്റ്, ഇവിടുന്ന് റൈറ്റ്, ഇവിടുന്ന് റൈറ്റ്. ഞാൻ കണ്ടാറോളിയാടാ. എടാ നീ ഇങ്ങനെ പറഞ്ഞാ മതി, നീയൊക്കെ കാണാൻ റൈറ്റിലുണ്ട് ആ ഫ്രണ്ടിലത്തെ ക്യാമറയുടെ റൈറ്റ്. ഫ്രണ്ടില്ലടാ അവളുണ്ട്, ഫ്രണ്ടില് ആ റൈറ്റ് ഇരിക്കുന്ന ക്യാരവന്റെ റൈറ്റില്. അങ്ങനെ അങ്ങനെ അതിന്റെ അകത്ത് അത് തന്നെ എടാ ഇതിന്റെ അകത്ത് എത്ര ഇത് അതിന്റെ അകത്ത് കേട്ടില്ലേ കുണ്ണേ, അങ്ങനെ കേട്ടില്ലേ വൈര്. മറ്റേക്ക് ഉറപ്പായിട്ടും കിട്ടും ഇത്. ഈ മയിര് ഇവിടെ നോക്കുന്നില്ല, എന്ത് നേടാ ഇവിടെ നോക്കുന്നില്ല. അടിക്കട്ടെ അടിക്കട്ടെ. അതിന്റെ ഇവിടെ അവളെ എന്തിനാ അടിക്കുന്നത്? എടാ നില്ല്, ഞാൻ ഇപ്പൊ എവിടെ കേറിക്കണം? നിക്ക് അവിടെ നിക്ക്. അവൻ വരുമ്പോ പറയാം വെയിറ്റ്. അല്ല നിനക്കല്ലേ ആദ്യം കാണുന്നത്. അവന് വണ്ടി എടുത്ത് പോയാ മതി, വണ്ടി എടുത്ത് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഇടിക്കുക. അപ്പൊ ഇല്ല, അപ്പൊ അവള് കണ്ടിട്ട് പോലും ഇല്ല കേട്ടാ നീ വന്ന കാര്യം. വണ്ടി കൊണ്ട് പുഴിക്കല്ലേ കേട്ടാ, വണ്ടി കൊണ്ട് പുഴിക്കല്ലേ. വണ്ടി കൊണ്ട് ഒഴുകില്ല, അവൻ കണ്ടെടുക്കുന്നതിന് അടിച്ചേക്കണം. സ്റ്റൈൽസ് ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ സ്റ്റൈൽസേ, ഇവർക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകും. അപ്പൊ നൈസായിട്ട് ആ വണ്ടിക്ക് പോയിട്ട് ഒറ്റ അടി വണ്ടി ഇടിച്ചാൽ മതി, അപ്പൊ വണ്ടി തെറിച്ചാല് ഓൻ പറയും എന്താ ഇതിന്റെ പ്രശ്നം എന്താന്ന് പറയുമ്പോ കൊടക്കുക, അപ്പൊ തിരിച്ചു കൊടക്കും. കൊണക്കാൻ നിക്കില്ല, അപ്പഴേ കണ്ണെടുത്ത് അടിച്ചേക്കണം. ആൾക്കാരെ കാടനാടാ, ഒരു മൈരനാടാ, അങ്ങനെ ആൾക്കാരെ വിളിക്കണോ കുണ്ണേ. 5 സെക്കൻഡിൽ വരാൻ വേണ്ടി TX മെനു. അല്ല ബാക്കപ്പ് വിളിക്കും, അടിച്ചിട്ട് താളം വിട്ടാ മതി. അപ്പളേക്ക് അടിച്ചിട്ട് താളം വിട്ടാ അതല്ലത്. തമിഴില് പറഞ്ഞു, തമിഴിനായിരിക്കും എന്താ ഭയം ഇവർക്ക്. വേണേ വോയിസ് ചേഞ്ചർ അല്ല ഞാൻ ചോദിക്കട്ടെ, സ്റ്റൈൽസിന് എന്തിനാ അടി പഠിച്ചിട്ടെ? അവളുടെ കൂടെ നടന്നേന്. അന്ന് ഒരു കാര്യം നീ അവളുടെ അടുത്തില്ലേ, എന്നിട്ട് അവളോട് സംസാരിക്കും. അവൻ വരുമ്പോ അവനെ അടിച്ചിട്. എന്താ അങ്ങനെ വേണ്ട. അപ്പൊ അവൻ വിചാരിക്കും ഇവന് എങ്ങനെ വന്നേന്ന് വിചാരിക്കും. അല്ല അവളുടെ അടുത്ത് ചുമ്മാ അവളെ വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞേ. അവളെ വിളി. എന്റെ നമ്പരൊന്നും ഇല്ലേ? അറിയാവുന്ന പോലും. നീ ഇങ്ങനെ ചോദിക്കും, ഓളെ പേരിട്ടിട്ട് ഡ്രോപ്പ് നമ്പർ എന്തായിട്ട് പറ. അപ്പൊ ടിവിക്കാർ മൊത്തം ചോദിക്കാൻ തുടങ്ങും. ആ കുണ്ണ വരുമോ നോക്കാം. അനോണില് ചോദിച്ചാൽ മതി, അനോണിലെ അല്ലാണ്ട് മയിര് പണ്ണു. ഇനി അടുത്ത കോണയും കൂടി കേൾക്കുന്ന കേറിയിട്ടുണ്ടാവും നിന്റെ സ്റ്റൈൽസേ. നിന്റെ കയറി കാണോ? വന്ന് കാണും. ഇല്ല അവൻ വന്ന് കാണാം, ഉറപ്പ് വന്ന് കാണും. ഹെൽമെറ്റ് ഇട്ടോണ്ടാ വന്നേ, കോപ്പ്. എന്താ ചെയ്യണ്ടേന്ന് പറ. അവിടെ പോയി കഴിഞ്ഞാൽ മെറ്റേന്ന് പറയും, അവിടെ പോയി കഴിഞ്ഞാൽ മെറ്റേന്ന് വണ്ടി എടുത്ത് ഇറങ്ങണ്ട, അപ്പൊ ഇടിച്ചാ മതി. വണ്ടി എടുത്ത് ഇറങ്ങട്ടെ, വണ്ടി എടുത്ത് ഇറങ്ങുന്നവരെ വെയിറ്റ്. എടാ നീ ഉണ്ടല്ലോ, എടാ സ്റ്റൈൽസേ ഇതിന്റെ എൻട്രൻസിൽ അങ്ങാണ്ട് വണ്ടി വെച്ച് ഓർ കാണാത്ത രീതിയിൽ വണ്ടി വെച്ചിരി. അതാവുമ്പോ ഓർ ഏത് സൈഡിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമുക്ക് മനസ്സിലാവല്ലോ. അപ്പുറത്തും കൂടെ പോയാലാ. എടാ സ്റ്റൈൽസ് നമ്മള് പറഞ്ഞു, സ്റ്റൈൽസ് ഇപ്പൊ യൂട്യൂബ് നോക്കാണ്ട് സിറ്റി കയറി. ഞാൻ സിറ്റിയിലുണ്ടാ, ഞാൻ ഇവിടെ നിൽക്കണ്ട്. അതുകൊണ്ട് അവര് വരട്ടെ. അവിടെ വെയിറ്റ് ചെയ്യാം, അവൻ നമ്മള് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയാൽ മതി. ഒന്നാ ലൈവ് ഡിലേ ചെയ്യാ, സ്റ്റൈൽസിന് കാണാം. നിനക്ക് ഡിലേ അവന്റെ ലൈവില് ഡിലേ ഇല്ലെന്ന് തോന്നുന്നു. അവന്റെ ലൈവ് എടുത്ത് അവന്റെ ലൈവ് ഡിലേ ഉണ്ട്. അവന്റെ ലൈവിന് ഡിലേ ആയതെന്ന് തോന്നുന്നു. അവിടെ നല്ല ഡിലേ ഉണ്ട്. അന്ന് ഇവന്റെ നല്ല ഡിലേ ഉണ്ട്. നേരത്തെ ഞാൻ കണ്ടോ. നീ പൂർണ്ണ ചാനൽ സബ്സ്ക്രൈബ് അവനെ എല്ലാം പോട്ടെ. ഞാൻ പോയി ഒന്നും നോക്കണ്ട, ഞാൻ പോയി ഒറ്റ അടി അടിച്ചിട്ട് വരട്ടെ. എന്തിന് ഞാൻ പറയുന്നത് അതങ്ങ് അടിച്ച് ഒരു ദിവസത്തെ ബാൻ ഉണ്ടാവുള്ളൂ. അല്ല ഇപ്പൊ എന്തായാലും സേഫ് സോൺ അല്ലേ, നിനക്ക് എന്തായാലും ബാങ്ക് കിട്ടത്തില്ലേ? അതാണ് പറഞ്ഞ എന്തായാലും ബാങ്ക് കിട്ടും. എന്നാ ഒരു കാര്യം പോയി അടി, കാര്യം തീർന്നു. സേഫ് സോൺ അടിച്ചാലും ബാനാ. പോയി അടി. അല്ല എന്തായാലും എന്താണ് പറഞ്ഞാലും അടിച്ചു. എന്നിട്ട് നീയും വലിച്ചേക്ക് കേട്ടോ ടിക്കറ്റ്. എന്തായാലും ബാങ്ക് കിട്ടും. അപ്പൊ ഇതിനങ്ങ് അടിച്ചോ, പെറ്റയ്ക്കും കൂടെ ഉള്ളത് കിട്ടും, വാങ്ങിച്ചോ. നടന്നു പോയി ഓടി തിരിച്ചു വരണം. ലെഫ്റ്റ് കൂടെ പോ അതിലേ പോണോ. ലെഫ്റ്റ് കൂടെ പോയാൽ അവൻ കാണുമായിരിക്കും കേറി. അല്ല നീ കൊണക്കുന്നില്ലേ? വേഗം പോണേ.
കൊണച്ചു 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 വണ്ടി എടുത്ത് കുറച്ച് വണ്ടി എടുത്ത് വേഗം കൊണക്കട കുമ്മേ ചെല്ലി കൊണ കൊണ വേഗം 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 ബ്രോ കണ്ണുള്ളപ്പോ സംസാരിക്കും നീ പറഞ്ഞില്ല ഇപ്പൊ സംസാരിക്കണം കേട്ടോ വാണിങ് നിനക്ക് വാലിനെ വച്ചരാം കേട്ടോ നിന്റെ വാലിനെ വച്ചരാം ബ്രോ പേര് മനസ്സിലായോ മനസ്സിലായോ ടി വി എത്തിയിട്ടമ്മ കിടക്കാം അങ്ങോട്ട് അവളെ അടിച്ചോ നീ കൂടുതൽ ഉണക്കണം അവളെയും ഡയലോഗ് അടിക്കണ വേണ്ട വേണ്ട അടുത്ത പെർമനന്റ് പെർമനന്റ് ഒന്നും കിട്ടത്തില്ല മെറ്റക്ക് പെർമനന്റ് ഇല്ല ദിവസം ബാങ്ക് കിട്ടും അവന്റെ മുമ്പ് പോണ്ടല്ലോ ടിക്കറ്റ് വിളിക്കാൻ പോവാ അവൻ മെറ്റാന്ന് കണ്ട മെറ്റ ഈകളുടെ വീട്ടിൽ പോവാ അവന്മാരെ വിളിച്ചേട്ടാ നീ ഇനി എഫ് അടിച്ചു അയച്ച് പേടിച്ച് ഇറങ്ങാൻ അവന്റെ മോട്ട സങ്കടം കണ്ടോ മെറ്റ അടിച്ച് വന്ന് കൊന്ന് മെറ്റ സൈൽസ് വിളിച്ചേ പറമ്പ് വിളിച്ചേ എടാ സൈസ് നീയും പോയി വലിച്ചേ ടിക്കറ്റ് സ്റ്റൈൽസ് OP എന്നൊക്കെ ഇട്ടിരിക്കണ്ട ടിക്കറ്റ് സ്റ്റൈൽസിന് പോവില്ല ഇങ്ങനല്ല സ്റ്റൈൽസിന്റെ പെർമനന്റ് ആടെ അവിടെ RDM എവിടെ RDM അറിയാമാണ് റാൻഡം മാച്ച് ഒരു കാര്യമില്ലല്ലോ മരിക്കണ്ട ഇവരടിച്ചിട്ട് കത്തിച്ചായിരുന്നു കത്തിക്കാന്ന് വിഷമം കൊണ്ട് ഒരു കണ്ണീര് നിന്നെ കത്തിച്ചല്ലോ അപ്പൊ നീ പറഞ്ഞ നിന്നെ ആരിലും ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞേ നിന്നെ ഓർമ്മിച്ചെന്ന് പറഞ്ഞാ ആരില് ഒരുത്ത ചാറ്റ് ഇട്ടേക്കുന്നൊക്കെ നായോളി എടാ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല തെറ്റായിരുന്നു ആ റോട്ടിൽ നിൽക്കുന്ന സമയത്ത് വന്ന് ചെയ്താൽ മതി അതും കറക്റ്റ് മെറ്റായിരുന്നു അതല്ല ഞാൻ നിന്റെ അടുത്തൊക്കെ ഇത്ര നേരം പറഞ്ഞിട്ട് പയണം എന്തായാലും നിനക്ക് ബാങ്ക് കിട്ടും കാരണം സേഫ് സോണാ സിറ്റി നോക്കണ്ട അത് നോക്കണ്ട എന്റെ മുഖത്ത് വിഷമം നോക്കിയാടാ ഒന്നും സന്തോഷമായില്ലേ വിഷയം മാറ്റുന്നുണ്ടോ അവളെന്താ പറയുന്നത് നോക്കട്ടെ അവന്റെ ഒരു പല്ലെന്തി അവള് കരയുണ്ടോ നീ എന്തിനാ അവളെ അടിച്ചത് അവളെ അടിക്കട്ടെ എഗെയിൻസ്റ്റ് കീരിക്കാട് അല്ല നിനക്ക് അറിയാവുന്ന ആരോ ആണെന്നില്ല നീ പാട്ട് കളഞ്ഞു അവളുടെ റിയാക്ഷൻ വേണം മുമ്പോട്ട് ആ കൊന്നില്ല അയ്യോ എന്താണ് ഇത് അയ്യോ എനിക്ക് ആരെയില്ലാത്തോണ്ടാണ് നമുക്ക് ഉണ്ടല്ല ഞാൻ ചോദിക്കുന്ന ഫ്രണ്ട് നിക്ക് അവസരം കൊടുക്കാൻ നിക്ക് ഞാൻ ചോദിച്ചിട്ട് അവസരം കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ ശബ്ദം ഇപ്പഴേ കേൾക്കാം മയില് അതാ ഡോറിന്ന് ഇറങ്ങി ഡോറൊക്കെ അടച്ചിറങ്ങിയത് അതിന്റെ റീസൺ അല്ലേ ഞാൻ പറഞ്ഞേക്കുന്നേ ഇപ്പൊ കിട്ടി കേട്ടോ തലക്ക് സ്ക്രീൻഷോട്ട് ഇട്ടടാ ആരേലും വീട്ടിലുണ്ടല്ലോ കാണുന്നില്ല അവൾക്കാ കരച്ചില് അയ്യോ കിരിച്ചിട്ടായി അതിന്റെ റീസൺ അല്ലേ ഞാൻ പറഞ്ഞേക്കുന്നേ മുഖം മാറുന്നത് അയ്യോ ഇതെന്താ അനങ്ങാൻ നിക്കുന്നുണ്ടോ ഇപ്പൊ ഓടിക്കോ ഓട്ടം അവളുടെ മുഖത്ത് ദേഷ്യം കണ്ടോ എന്റെ ഏട്ടായി അടിച്ചു വന്ന് അതാണ് തലക്ക് വരും 1 ഹെഡ് എടുത്തിട്ട് ഇവിടെ 1 ഹെഡ് പോരാടാ ഓടി വന്ന് താളം വിടാൻ തന്നെയാ ചത്തും പെരങ്ങി ഇതിട്ടാ ബാക്കി പ്ലേ പ്ലേ ഓ മൈ ഗാഡ് ദേഷ്യം അയ്യോ വരാൻ പോണ ഏതാ മസിലൊന്നും കാണാനില്ലല്ലോ വിഷമം എന്റെ ഏട്ടായുടെ കുണ്ണ ഇപ്പൊ എന്റെ വായിലിരുന്നേനെ നീയൊക്കെ ഒന്ന് മുടക്കിയത് അതല്ലടാ മൈക്ക് കാണാനായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത് ഫുള്ള് നിരപ്പാണല്ലോ ഒരാളില് മൾട്ടി ഡാഡി ഡിസോർഡർ ഉള്ള ഒരുത്തനാണ് സോ ടിക്കറ്റ് വലിച്ചാലും കൊടുക്കണം മെറ്റ പ്ലസ് RDM പ്ലസ് സേഫ് സോൺ ഓ ബാക്കി പ്ലേ ചെയ്യടാ ടിക്കറ്റ് സ്റ്റൈൽസ് നീ ടിക്കറ്റ് വലിച്ചിട്ട് കാര്യമില്ല പറഞ്ഞ ഒഴിവാക്കണമെങ്കിൽ നിന്റെ ആളത്ത് സ്റ്റൈൽസ് ടിക്കറ്റ് വലിച്ചിട്ട് ഒരു കാര്യമില്ല കപ്പ് കേക്ക് അതെന്തോ കാര്യമില്ലെന്നവള് പറഞ്ഞേ അവളെ ഒരു വട്ടം അവനത് DM തെരോടിച്ചല്ലേ ഇവൻ അവളെ പറഞ്ഞത്
അവളിപ്പോ കരവില്ലടാ മേരി. വലിച്ച് വെയിറ്റ് പോട്ടെ മുമ്പ് പോട്ടെ ലൈവ് ഇട്. എന്നെ കൊന്നല്ലോ അവൻ. അതാരാ ആളെത്തി ഏട്ടാ അവിടെ. അയ്യേ അവിടെ വലി ഇത് ഇതാക്കിട്ട് വലിയ ബെറ്റ ഗെയിമിംഗ് പെട്രോൾ ഒരു FRP വലിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. VC വലിക്ക് കുറച്ച് ഡേയ്സ് എനിക്കും പുറത്തില്ല എങ്കിലും പുറത്തിരിക്കില്ല. വലിച്ചിട്ടേക്ക് 2 മണിയായിട്ട് സേഫ് സോൺ ആണ്. അമല വലിച്ചിട്ടേക്ക് 2 മണി. സ്റ്റൈൽസ് ലൂബ സ്റ്റീവ് അലക്സാണ്ടർ ഇതാ ഇപ്പൊ എണ്ണ അടിച്ചിട്ട് പോകുന്നേ. ഇതാരാ? അതേ വരുന്നു. നാച്ചുറൽ എന്തുപറ്റി? ഇവിടെ കിടക്കുവാണോ? അതെ എന്തുപറ്റി? അത് ഹോസ്പിറ്റലിൽ എത്തിക്കണോ? സ്റ്റൈൽസ് അങ്ങനെ രൂപം എത്തിക്കാൻ പറ്റുമോ? അതാരാ? അത് സ്റ്റീവ് അലക്സാണ്ടർ. ഏതാ മെറ്റാ? അണ്ണാരെ എടാ അങ്ങനെ എത്തിക്കാവോ? ഹോസ്പിറ്റലിൽ എത്തിക്കാവോ? ഹലോ കേക്കാവോ? എടാ ലൈവ് അല്ലടാ, നീ ബാക്കിലോട്ട് ആക്കി വെച്ചേക്കുക. പോയടാ നീ. എടാ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ? കീരിക്കണ്ടല്ലേ ഇവിടുത്തെ കീരി മെഴുകി RP എപ്പോൾ മെറ്റാ ഗെയിമിംഗ് വീഡിയം എന്തിരി ഐ വോണ്ട് ആക്ഷൻസ് നൗ. ഇപ്പഴേ പോയിരിക്കുന്നടാ വെയിറ്റിംഗില്. ആള് കരയില് കേട്ടാ എന്റെ കൊല. രാത്രി 2:15 ഏത് അഡ്മിൻ? അതിനെ രാത്രി 2 കളവ സൊള്ളാൻ വന്നിട്ട് പൂറി പോയി. പോയി കിടന്ന് ഉറങ്ങാനുള്ള ഭാര്യ മക്കളുള്ളതല്ലടാ ഇവൻ. എടാ ഞാൻ കാണുമ്പോഴേ രാത്രി 2:15 ഏത് അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പൊട്ടനൊക്കെ പോയിട്ട് ഡിസ്കോഡിൽ പിടിക്കുന്ന എന്തിനു പിന്നെ? അതാ ബുദ്ധിയില്ല. പാപ്പനെ വിളിക്കോ ഇപ്പൊ ഫോണില്? ഞാൻ ലൈവ് ഇട്ടല്ലേ ഇപ്പൊ. വീട് കളിയായിട്ട് ഡബിൾ ആയിരിക്കും. പക്ഷെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഡിസ്കോഡിന്റെ പേര്. അപ്പൊ മൈക്ക് നമുക്ക് അങ്ങോട്ട്. ഞാൻ ചുമ്മാ ലൈവൊന്നുമില്ല. എടാ ഇവനെല്ലാം അടിക്കണം തെറ്റ് അടിക്കണം തെറ്റ്. ഇപ്പൊ നമ്മള് പറഞ്ഞ ലൈവിലുണ്ടായി പ്രതി മൂവി. കുഴപ്പമില്ല, അത് നമുക്കൊരു സൊല്യൂഷൻ ആണ്. അത് നമുക്കൊരു സൊല്യൂഷൻ ആണ്. അളി പാവം കീയണ്ണൻ എടാ ഇങ്ങോട്ട് വന്നേ, ആളെ കെട്ടിക്കോട്ടെ. ഇങ്ങോട്ട് വന്നേ. ഇവനെന്താ ചെയ്ത് ആകാൻ തൊട്ട് കാണിച്ച്? ഇവനെന്താ പറഞ്ഞേ? കണ്ടുമുട്ടുന്ന ഫോൺ എടുക്കട്ടെ, എന്നിട്ട് അവള് പറയുന്നത് എന്താന്ന് അതനുസരിച്ച് ചെയ്യാം. ഇത് കളഞ്ഞ അടിച്ചാളാ. ബ്ലൂ വരാ. ഹലോ ഇവിടെ എന്താ സംഭവം? ഹലോ നീ എവിടാ? നീയില്ല. ഞാനിപ്പോ എനിക്ക് ഇവിടെ എന്തൊക്കെയോ സ്ക്രീൻ ഒന്നും വരുന്നില്ല. ഞാൻ പെട്ടിരിക്കുവാ. എവിടെയാ നിക്കുന്നേ? ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ പുറത്തോട്ട് വരുന്നുണ്ട്. സ്റ്റൈൽ സോപ്പിയോ? ഇതല്ലേ നിന്നെ തൊപ്പി നടക്കുന്ന എന്തിനാ? ഇതന്നെ കൈ പിടിച്ച് ഊമ്പാൻ വന്നേ. അവൻ എവിടെയാ? ഇവിടെ പറഞ്ഞോ നീ സ്റ്റൈൽ സോപ്പിയുടെ കൂടെ? തുടങ്ങി. മൈക്കിന്റെ മോൻ ജുഗുരു. നിനക്ക് പ്രശ്നം എന്താ? വിളിച്ചാ നിക്കത്തില്ലേ നീ? അവിടെ സംസാരിക്കുന്ന ഇടയിൽ വണ്ടി കൊണ്ട് ചിരിക്കേണ്ട ആവശ്യം തോന്നുന്നു നിനക്ക്? എടാ ഇങ്ങോട്ട് വന്നേ, ആളെ കെട്ടിക്കോട്ടെ. ഇങ്ങോട്ട് വന്നേ. അയ്യോ ഇങ്ങോട്ട് വന്നേ. പേടിയാട്ടാ തീട്ടത്തിന്. ഈ കിഴങ്ങനെ ഇങ്ങോട്ടോ. നിനക്ക് പ്രശ്നം എന്താണ്? നമ്മൾ സംസാരിക്കുന്നത് അല്ല കണ്ടില്ല. എന്ത് ഇത് ശരിക്കും സ്റ്റാർട്ടിങ് എന്തുവാ? ഇതല്ല സ്റ്റാർട്ടിങ്. ഇവന് വിളിച്ചാ ഭയങ്കര പ്രശ്നമാടാ. ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ കളിയാ. ഇവളും അവനും കൂടെ മറ്റേ മുതുക്കിന്റെ മേളിൽ നിൽക്കുമായിരുന്നു. ഞാൻ അവിടെ ഒരു ചെറിയൊരു പിറ്റി നടത്തിട്ട് ഞാൻ നേരെ ജെട്ടിന്റെ അവിടെ ജെട്ടി ബിൽഡിംഗാണ് വരുന്നത്. ഞാൻ അവിടെ നിന്ന് ചാടാൻ വേണ്ടി അവനൊരു ചാൻസ് കൊടുത്തൂടെ? എന്നിട്ട് ഇല്ല ചേസ് വരുന്നിട്ട് അവിടെ ഫയറിങ് ആയി. ഞാൻ ഓൾറെഡി അവിടെ വേറെ ഒരുത്തന്നെ വണ്ടി അടിച്ച് ടയറൊക്കെ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ചേസിംഗിൽ ഇവിടെ ചാടാൻ വേണ്ടി വന്നു. നീയാണോ വന്ന് ഇടിക്കുന്നത്? ആടാ ആ വണ്ടിയിൽ ഇതാണ്ടേ. ഞാൻ ചാടാൻ വേണ്ടി പോയി. കാര്യം പറയട്ടെ, എന്തോ ലക്കുണ്ടോ നമുക്ക്? ഇതാരിത്? എടാ നിനക്ക് എന്താ പ്രശ്നം?
വണ്ടി താഴെ കിടപ്പുണ്ട്. വണ്ടി പോയി. വണ്ടി താഴെ കിടപ്പുണ്ട്. എവിടെ ഞാൻ കാണുന്നില്ല. വെറുതെ ഇരുന്നടാ. അവളെ നല്ല ഇവരെ അടിക്കോടോ നീ? ഇല്ലില്ല, ഇവനെ അടിച്ചോണ്ടിരുന്ന ഇടയ്ക്ക് വന്നിട്ടാണ് ഉണ്ടാക്കുന്നേ. ആൾക്ക് പൊളിഞ്ഞേട്ടാ. നീ എവിടെ പൊന്നാളിയാ നീ എവിടെ നീന്ന് പിടിച്ചാണ് നിൽക്കുന്നത്. സയൻസ് പറഞ്ഞിട്ട് പോയതുണ്ടോ? നീ എവിടെ നിന്നത്? ഇവനെന്താ ചെയ്യുന്നു? ഹലോ, ഫോൺ എടുക്കാതെ ചെവി വെക്കുന്നു. പറയടാ. എടാ വണ്ടി ഇടിച്ച് താഴെ ഇട്ടത് ഓക്കെ, ബ്ലൂ കളറാ. എന്നിട്ട് ഇനി അടുത്ത സീൻ നോക്ക്, അടുത്ത സീൻ നോക്ക്. ബ്ലൂ ആ ഒരു ഷെയ്ഡ് വരുന്നത്. എന്റെ ബ്രോ ഞാൻ സംസാരിക്കല്ലേ അവിടെ അടുത്ത്. ഇടയിൽ വണ്ടി കൊണ്ട് ചിരിക്കേണ്ട ആവശ്യം ഉണ്ടോ നിനക്ക്? എടാ ഇങ്ങോട്ട് വന്നേ, ആളെ കെട്ടിട്ട് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇതിന് നിന്റെ പേരിൽ സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ടോ ഗ്യാങ് സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാ? നിനക്ക് പ്രശ്നം എന്താണ്? നമ്മൾ സംസാരിക്കാൻ കണ്ടൂടെ? ഇടിച്ചിടേണ്ട ആവശ്യം എന്തോ നിനക്ക്? ഇവന് വിളിച്ചാ നിക്കാൻ ഭയങ്കര പ്രശ്നമാടാ. എന്നിട്ട് താളം എവിടെയാ അവന്റെ? ഞാൻ ഇതെടുക്കാൻ പ്രിയോ നീ എന്തിനാ നമ്മളവിടെ നിന്നപ്പോഴേക്ക് ഇടിച്ച് താഴെ ഇട്ട്? അത് പറഞ്ഞു എന്റെ ബ്രോ. ഞാൻ സംസാരിക്കല്ലേ അവളുടെ അടുത്ത്. കണ്ടുകൂടാ നിനക്ക്? നിന്റെ അടുത്ത് നിക്കാൻ പറഞ്ഞാൽ നിക്കാൻ പ്രശ്നം എന്തുവാണ് നിനക്ക്? ഇതാണോ ഇത് ഈ മുടി വളർത്തിയത്? കുറച്ച് അധികം കൂടെ ഉണ്ട് കേട്ടാ. അതാ കുറച്ചധികം വാല് കേറുന്നുണ്ട്. നീ അല്ല റാഷാന്നല്ലേ പേര്? ഞങ്ങളവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ വണ്ടിയായിട്ട് വന്ന് എന്റെ അതാ ഞാൻ ചോദിക്കണേ നിന്നെ ഇടിച്ചിട്ട് താഴെ ഇടണ്ട. നമ്മള് സംസാരിച്ചോണ്ടിരിക്കല്ലേ, അതിന്റെ ഇടയിൽ കൂടെ വന്ന് അലമ്പുണ്ടാക്കേണ്ട ആവശ്യം എന്തോ ഇവന്? അതാണ് ഞാൻ ചോദിക്കണേ. ഇങ്ങനത്തെ കണ്ട കിഴങ്ങന്മാരുടെ അടുത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ട ആവശ്യം എന്തുവാണ്? ഇതുകൊണ്ട് തന്നെയാണ് ഈ കിഴങ്ങന്മാർ പറഞ്ഞത്. നീ അറിയും. അല്ല ഇവരാരാ അത് പറയാൻ? ഈ ഫ്രണ്ട്ഷിപ്പ് വെക്കണോ വേണ്ടോ? ആണല്ലോടാ, ഇവനൊന്ന് കാണണം. ഇതാണോ പുതിയ അപരാധം എടുത്ത്? എനിക്കിനും ഇഷ്ടപ്പെട്ടില്ല. കണ്ടിട്ട് പിടിക്കണോക്കെയാണോ നീ? അവന് എയിം ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്ന് അയ്യേ അതെന്തുവാ? അല്ല വിളിച്ച പിന്നെ വേറെ സാധനം ഉണ്ട് മുച്ചിരിന്റെ. നട്ടലില്ലാതെ വണ്ടി എടുത്തോണ്ട് പോയതാണല്ലോ. നട്ടലില്ലാതെ വണ്ടി എടുത്തോണ്ട് പോയതാണല്ലോ മാസം. നിനക്ക് വിളിച്ചപ്പോ നിൽക്കാതെ പോയതാണല്ലോ മാസം. അതിനുള്ള നട്ടല് പോലും ഇല്ലല്ലോ നിനക്ക് പാട്ടി.
ഗ്യാങ് ഏതാ ഗ്യാങ്ങിലൊന്നുമല്ല സിറ്റിസൺ പറഞ്ഞു നിന്റെ വായിക്കത്തുള്ള മാസ്ക് ഞാൻ മൊത്തം കേട്ടില്ല. അത് എന്താ പറഞ്ഞേ? അവൻ ബന്ധമില്ലാതെ എന്തൊക്കെയാ പറയുവാടാ. ഓക്കേടാ ശരി ഓക്കെ ബാ. തലക്കടിയോ എന്ത് വെച്ച് ബാക്കി വെച്ച് ഫേസ് ക്യാം വെക്കുക എടാ ഈ മുച്ചിരിന്റെ വേറെ സാധനം ഉണ്ട്. ഇവ സൊള്ളിക്കൊണ്ടിരിക്കുമ്പോ പുള്ളിക്കരുത്ത് കയറി വരും. ഇവന്റെ വേറെ സാധനം ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. മുച്ചിരിയുടെ മറ്റേ 10ാം ക്ലാസ്സിലെ റിസൾട്ട് എടുത്തോണ്ട് ഒരുത്തന മറ്റേ ടിവിയില് റിക്രൂട്ട്മെന്റ് വന്നിട്ട് ഡോർക്കി മുച്ചിരി ചുകുരുന്നു. അപ്പൊ ഏതൊരുത്തിട്ട് മുച്ചിരി ഉണ്ടാവില്ല, പ്യൂർ കൺപൂർ എന്നല്ലേ പറഞ്ഞ, മുച്ചിരി ഉണ്ടാവില്ലെന്ന്. ഇത് കണ്ടതിന് ശേഷം ആശാൻ ഫുള്ള് ലൈവ് ഇട്ടിട്ട് പഴയ POV ഇതൊക്കെ എടുത്തിട്ട് TDM മുതൽ ഗ്രൈൻഡിങ്ങാ, പക്ഷെ വാണം ഫുൾ അടി കൊണ്ട് പോകില്ല. അടി കൊള്ളുന്നില്ല പറഞ്ഞിട്ട് TDM ഇറങ്ങും. വെറുതെ അല്ല തോക്കെടുത്ത് വെടിയോ കഴിഞ്ഞ കൊള്ളൂലെന്നറിയാം. എല്ലാരും കറക്കി ബെല്ലാരിൽ എന്തോ കാര്യം പോയിട്ട് ഒറ്റ കൊടുത്തു ഈഗിളിന്. ലാസ്റ്റ് ഈഗിൾ മുമ്പിച്ച് ഇവന് മുമ്പിച്ചു, പക്ഷെ ബെല്ലാരി മുമ്പിച്ചു. റിസൾട്ട് ലൈവ് ഇട്ടവനാണ്. നോക്കണേ ഇവന് അടി കൊള്ളാൻ തെറി വിളിക്കുന്ന നോക്കണേ കുണ്ണയൊക്കെ. രാവിലെ എങ്ങനെ കളിച്ചാന്നറിയാണേ പാറി. ലീവ് കളിക്കാൻ ശരിയാന്നില്ലേ? ഒരു ബേസിക് ഹെഡ് ട്രാക്കിങ്ങിലും വേണ്ടളിയാ. ഫയർഫാണെങ്കിൽ ഇത് വേടാ, അത് ബാക്കി എടാ ഞാൻ നല്ല കൊടുത്തല്ലേ. നിനക്കിപ്പോ കിട്ടുന്നില്ല. ബാക്കി കേൾക്കട്ടെ അമ്മ എന്തൊക്കെയാ പോലെ ഈ സിറ്റിസനെ ഏറെടുത്ത് വെടിവെക്കാവോ? ഇല്ല, നിന്റെ തന്തയെ എടുത്ത് വെടിവെക്ക. ഇവനല്ലേ ഏത് കൂതിയോ കാലം പോയെന്ന് പറഞ്ഞില്ല. അയ്യോ മുന്നേ KKPയില് മറ്റേ തെരുവിളെ ഇപ്പൊ ചുമ്മാ ഒന്ന് തെരു വിളിക്കുന്ന മറ്റേ എലിക്സാർ കുണ്ടിന്നൊക്കെ വിളിക്കുന്നവനാണ് ഈ കണ്ടി. പറഞ്ഞിട്ട് പോയ എന്റെ അടുത്ത് ടിവിയെ ചെയ്തിട്ട് എന്തോ പറഞ്ഞിട്ടാ പോയത്. പേര് പറഞ്ഞു അവൻ ചെയ്യാനുള്ള അവന്റെ ധൈര്യം ഇല്ലില്ല. വില്ലുമോൻ ഇറങ്ങിയൊന്നുമില്ല അതിന്റെ അകത്ത്. ഞാൻ മെറ്റ അടിക്കും ഗൈസ്. എനിക്ക് വില്ലുമോൻ ഇറങ്ങൂല. ഗൈസ് ആ കൂതിമോനും പറ്റണം. മെറ്റ അടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗൈസ്. എല്ലാരും മണ്ണും. അതെ അത്രേ ഉള്ളൂ. ബുധനാഴ്ച ഞാൻ വരും. പെണ്ണിനെ ഇതാക്കാണ്ട് അവന് കിട്ടും. ഡോണ്ട് വറി. വെൽക്കം ടു സ്ട്രീം.
സിറ്റുവേഷൻ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു പറ. അറിയില്ല. എടാ മൈക്കിയും വൃത്തി വലിയൊന്നും പോവല്ലോ കേട്ടോ. ഞാൻ എടാ ഒറ്റ മിനിറ്റ് എടാ ഇപ്പൊ വരാവേ. നമുക്ക് കൂടി കവരിട്ടാലോ ചോദിച്ചു പഠിച്ചല്ലേ ഞാൻ കമന്റ് ഇടാലോ. എന്റെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടല്ലോ ബ്രോ ചോദിച്ചു പഠിച്ചില്ലേ അമ്പടി കള്ളി മോളെ നീ എവിടെ അടി കൊണ്ട് ഓടിയോ കാണുന്നുണ്ടാവും. കമന്റ് ഓളി. പണ്ണിയിലേ ഓ ചീട്ടാൻ പണ്ണിയിലേ വായിക്കുന്ന സപ്പോർട്ട് അതിന് വലിച്ചേട്ടടിക്കെതിരെ സാധാരണ ഇവിടെ ടിക്കറ്റ് ഇതെല്ലാം വന്നത് അവിടെ വന്നില്ലല്ലോ അല്ലേ. എവിടെയാടാ പോണ്ടേ? ഇതുവരെ ഗെയിമിൽ തിരിച്ചു വരില്ലേ? ഇവിടെ ഒരു സാധനം മഞ്ഞാണ് നിന്റെ പേര്. അവിടെ ഒരു സാധനം മഞ്ഞയാണ് അല്ല. അപ്പൊ ഇങ്ങക്കെന്നാ കാണാൻ ഞാൻ കമന്റ് ഇട്ടിട്ട് ഇവിടെ അല്ലേ FRPന്റെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉറപ്പ് മറ്റാന്ന് കിട്ടും. പിന്നെ റീസൺ ക്ലിക്ക് ഈ ഇയർ ഗെയിമിംഗ് ഒക്കെയാടാ. അയ്യർ ഇയർ അല്ല കൊണ്ടേ ഇയർ എത്രയായാലും ആൽഫ ഗെയിമിംഗ് തീട്ടെന്ന് പറഞ്ഞ പിള്ളേര് പൊക്കിക്കോളൂ. പിള്ളേരൊക്കെ പണ്ട് കുറച്ച് ആള്. അയ്യോ കീരി അടി കൊണ്ടില്ലേ കീരി സാരില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടാലോ ലവ് ഫ്രം കെവി. ഫോൺ എടുക്കട്ടെ. മനസ്സിലായില്ല. ഫോൺ ഇപ്പൊ ഓഫ് ആവില്ല. അറിയത്തില്ല. ഇതെന്താ എന്നെ പോലെ മെറ്റടിച്ചല്ല നമ്മള് കളിച്ചത്. സിറ്റി സേഫ് സോൺ കുറച്ച് വർഷമായേ. കുറച്ച് വർഷമായി ആളായി. എന്താണ് ആ കമന്റ് ഒന്നും വായിച്ചാൽ എനിക്ക് കണ്ടുപിടിക്കുന്നില്ല. കണ്ണ് കാണാനില്ല അതാണ് സിറ്റി സേഫ് സോൺ അല്ലേ സിറ്റുവേഷൻ ബാങ്ക് ആണ് എന്ന് തോന്നുന്നു. സിറ്റി സേഫ് സോൺ ടൈമിൽ സിറ്റുവേഷൻ നമ്മള് സിറ്റുവേഷൻ എടുത്തില്ല. അതായത് അവനെ ജസ്റ്റ് വരട്ടിയതേ ഉള്ളൂ. മുച്ചിരിയാണ് കൊണ്ടത്. അത് മുച്ചിരി വാങ്ങിച്ചോളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മുച്ചിരി വാങ്ങിച്ചോളൂ. നമ്മൾ അവന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി മാത്രം പോയത്. ഓ അണ്ണൻ മുച്ചിരി വാങ്ങിച്ചോളൂ അത്രേ ഉള്ളൂ. അവന്റെ പേരിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പ്രശ്നമല്ല. പക്ഷേ ഇപ്പൊ എന്റെ ഈ അക്കൗണ്ടിന്റെ തള്ളക്കൂടി കേൾക്കണം കേട്ടോ. എനിക്ക് കൊടുക്കുന്ന കമന്റ് ഇട്ടോ ക്യാഷ് കൊടുത്ത് എനിക്ക് ഈ പട്ടിയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സംസാരിക്കാൻ അറിയാം കേട്ടോ. ക്യാഷ് കൊടുക്കാനോ അപ്പൊ നമ്മള് പറഞ്ഞിരുന്നത് അതെ ആർപി കളിച്ചാ തുടങ്ങി. നിനക്ക് ആർപി എന്തെന്ന് അറിഞ്ഞൂടാത്ത ഒരു പയ്യനാണ് നീ. പയ്യനാണ് നീ. നിന്റെ കടിക്കാണ് സ്റ്റൈൽസ് തന്നത്. ഗെറ്റ് ബെറ്റർ. ഇതിനകത്ത് കേറിയ ഗണ്ണ് വെച്ച് എല്ലാരും ആരല്ല ബ്രോ നിന്നെ നീ പഴയ ലൈവ് ആരല്ല ബ്രോന്ന് ഈ ലൈവ് കാണൂല. 4 വർഷം മുന്നത്തെ ലൈവ് കൂടെ എടുത്തിട്ട് കണ്ടു നോക്കണം. അതിനകത്തുണ്ടാവും ആർപി എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്. അതേപോലെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. സിറ്റി കയറിയിട്ട് ഇങ്ങനെ ആൾക്കാരെ മെറ്റടിച്ച് കൊന്നിട്ട് കാര്യമില്ല. ഒരു കമന്റ് കൂടി സദാചാരം കാണിക്കാൻ പോയി ഊമ്പിന്ന് അപ്പൊ സ്റ്റൈൽസെ കണ്ടോണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ താല്പര്യമില്ല. അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ബാൻ കിട്ടുകയാണെങ്കിൽ വേറെ സിറ്റി പോയി കളിച്ചോ. കളിക്കാനാണ് സിറ്റി ഇല്ലാത്ത. ഡിമൺ സിറ്റി ഉണ്ട്, വേറെ അതൊക്കെ സിറ്റികളുണ്ടല്ലോ ഇപ്പൊ പുതിയ. അവിടെയൊക്കെ പോയി കളിക്കാം. വീട്ടിലും പോയി കളിക്കാം. ആരെങ്കിലൊക്കെ താങ്ങി അടക്കടേ. ഞാനൊന്ന് ചൊറിയണ അങ്ങോട്ടേക്ക് പോയി താളടിക്കും. FRP വലിച്ചാൽ ആക്ഷൻ ഉണ്ടാകും. അങ്ങോട്ടേക്ക് പോയി ചൊറിഞ്ഞിട്ട് ഇത്രക്കും കൺവേർട്ട് ചെയ്യുന്ന ഈ കുണ്ണകളെ എനിക്ക് ഞാൻ എന്റെ അഡ്മിനടുത്ത് പറയും. ഇല്ലടാ വാസ്കോ, അഡ്മിനടുത്ത് പറയും. അഡ്മിനെ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ആരൊക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ടാവും. പുണ്യല്ലേ. അവൻ കളിക്കണം. അവൻ എന്റെ ഫ്രണ്ടിൽ തന്നെ വരണം. മനസ്സിലായി. പക്ഷെ അവന് കുറച്ച് ലൈവ് എടുത്തപ്പോട്ട് കാണും. അവനൊരു പല്ല് കാണുന്നില്ലല്ലോ. കമന്റ് വായിക്കണില്ല ആള്. പാപ്പൻ ഉണ്ടല്ലോ നമുക്ക്. ആരാ പോയ? നിങ്ങളൊക്കെ എവിടെയാടാ? സ്റ്റൈൽസാണോ പോയെ? അല്ലല്ല അതെ അതെ. അത് ശരിയാ. ഇവന് സെർവറിൽ നിന്നൊക്കെ കിക്ക് ചെയ്ത് കഴിഞ്ഞാലേ മറ്റവരും പറയും ഡേ സെർവറൊക്കെ അവന്മാരുടെയാണ്, അവന്മാർക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നൊക്കെ പറയുവാണെങ്കിൽ
അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നും താല്പര്യമില്ല, അവൻ കളിക്കട്ടെ. അയ്യാ മാരിക്കും സ്റ്റൈൽസ് ഇന്നലെ RP സാറായ എന്നൊന്ന് ടൈറ്റിൽ പഠിച്ചിട്ട് വെച്ച് വന്ന് ലൈവ് കളിക്കണം. ഇട്ടതാ RP എങ്ങനെ കളിക്കാനുള്ളത് വൈറ്റിനെയും സ്റ്റൈൽ പഠിച്ചിട്ട് വന്ന് ഷോപ്പിൽ. കളിക്കണം. അല്ലാതെ എടാ വെറുതെ ആൾക്കാരെ സേഫ് സോണ് എടാ കളിക്കല്ല, എടാ മനസ്സിലായില്ലേ? എടാ KVക്ക് ഒരു ദിവസം ബാങ്ക് കിട്ടുന്നില്ല ആ കമന്റിൽ പറഞ്ഞവൻ. ഇവന് സേഫ് സോണിൽ കണ്ണെടുത്ത് അടിച്ചില്ലേ? അറിമാൻ ഇവൻ ടൈം ഔട്ട് അത് വലിച്ചാൻ കൊടുത്താ മതി. സേഫ് സോണിൽ കണ്ണെടുത്ത് അടിച്ചു, ഗ്യാങ് ആക്ഷൻ എടുത്ത് ഗ്യാങ്ങിന് ഒരു സസ്പെൻഷൻ കിട്ടും. ആരോട് പറയാൻ? പോലെ മെറ്റാ ഗെയിമിംഗ് എല്ലാം വലിച്ചിട്ട് ഇതുവരെ ആക്ഷൻ എടുത്തില്ല, പ്രൂഫ് വരെ കൊടുത്തിട്ടുണ്ടെന്നോ? ആണോ? 2 FRP ഉണ്ട്, 2 പേര് FRP ഉണ്ട്, എന്റെ ഉണ്ട്. ഇതേപോലെ ഇപ്പം നിനക്കൊരു പെർമനന്റ് കുക്കിംഗ് ആണ്. എടാ പൃഥ്വിടാ 101. ख्वाब है तो नींद होते എടാ, എനിക്ക് എത്ര ദിവസം ബാങ്ക് കിട്ടൂടാ? ഒരു മാസം ഒരു മാസം ഉള്ളടാ, പേടിക്കൊന്നും വേണ്ട. വില തിരിച്ചിട്ടില്ലേ, കുഴപ്പമൊന്നുമില്ല. നൈസ് വർക്ക് ബ്രോ, നൈസ് വർക്ക്. ഒരു മാസം ബാൻ എന്തിനീ? ഒരു മാസം ഒന്നല്ല, പെർമനന്റ് അടിക്കുന്നൊക്കെയാ പറയുന്നത്. ആരി ഞാൻ അപ്പുറത്ത് VC പോയായിരുന്നു. അല്ലെന്ന് തോന്നുന്നു, സിറ്റിസൺ എന്നല്ലേ പറഞ്ഞത്. നീ കാര്യം പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് പേടിക്കും. അതിനൊക്കെ ശരിയായ പൊട്ടലുണ്ടല്ലേ നിന്റെ അടുത്ത് പോയാ? അവന്റെ കഴപ്പത്തരാന്നുള്ള രീതിയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു മൂവിയിലെ. സത്യം പറയാം, കാര്യം പോലെ പറയാൻ